പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കേരളത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ആരാണ് പൗരത്വ ഭേദഗതി നിയമത്തെ കൂടുതൽ എതിർക്കുന്നത് എന്ന ചർച്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇടതുപക്ഷമാണോ അതല്ലെങ്കിൽ UDF ആണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരം, ആ സമരത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ നിങ്ങൾ പിൻവലിച്ചോ? നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇത് എന്നാണ് ഭരണപക്ഷത്തോട് ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്നാൽ എന്താണ് കണക്ക്? ഈ കേസുകളിൽ ഭൂരിപക്ഷവും ആർക്കെതിരെയാണ്? ആ കേസുകളിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷ പ്രവർത്തകർക്ക് എതിരെയാണ് എന്ന് കണക്കുകൾ നിരത്തി പറയുകയാണ് MP ഗോവിന്ദൻ മാസ്റ്റർ. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. കേസല്ല അന്നേ പറഞ്ഞാണല്ലോ. അതായത് മാരകമായ ചില കേസുകളുണ്ട്. ആ കേസുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കേസുകളും പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. 64 240 പിൻവലിക്കേണ്ടെന്ന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അത് കേസെന്ന് പറയുന്നത് ചില ആളെ വിചാരം കേസെല്ലാം കോൺഗ്രസിനും ലീഗിനും എതിരായിട്ടുള്ള കേസാണെന്നാണ്. ആ കേസിലെ ഭൂരിപക്ഷം കേസും CPIM, CPI, DYFI, SFI, AISF, AIYF ഉൾപ്പെടെയുള്ളതാണ്. ആ ലിസ്റ്റ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചില ആളുകളുടെ ധാരണ അവർ നടത്തിയ കുറച്ച് ആളുകൾ നടത്തിയ ഒരു സമരമാണ്, ആ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കേസാണെന്നാണ്. അതല്ല, നൂറുകണക്കിന് ആളുകൾ കേസുകൾ ഞാൻ ഈ പറഞ്ഞ വിവിധ വിഭാഗങ്ങളുമായി ചേർന്നിട്ടുള്ള നടത്തിയിട്ടുള്ളതാണ്. ഞാനാണല്ലോ 70 ലക്ഷത്തിലധികം ആളെ പണി നടത്തിയിട്ടുള്ള ഏറ്റവും ഒപ്പിച്ച ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ചത്. കേസ് വെച്ച് വിലപേശാനാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കേസ് ഈ പറയുന്നവരുടെ കേസ് മാത്രമാണെന്നുള്ള തിരിധാരണയൊന്നും വേണ്ട. ഈ പറഞ്ഞ എല്ലാ കേസിൻ്റെ അകത്തും ഞങ്ങൾ ഈ പറയുന്ന എല്ലാ വിഭാഗവും അതെ അത് പിൻവലിക്കാൻ പ്രയാസമാണെന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ പ്രശ്നമുള്ളത് പിൻവലിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ബാക്കി എല്ലാ കേസും പിൻവലിക്കും. ഏത് അതിന്റെ ഇരയായവരാ ഞങ്ങളെല്ലാം. നിങ്ങൾ ഇപ്പം വേറെ ഏതോ ഒരു ഇരയെ പറ്റി പറയണ്ട. നിങ്ങൾ വിചാരിച്ചത് എന്താ പറയുക? അതാ ഞാൻ ആദ്യം തന്നെ അത് പറഞ്ഞത്. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അവര് പറയുന്നല്ലോ, ഞങ്ങളല്ലേ പറയേണ്ടത്. ആ അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് 249 കേസ് റെഫർ ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ പറഞ്ഞൊരു കാര്യമില്ല. 249 ഞാൻ പറഞ്ഞില്ലേ, 240-ലധികം കേസ് ഇപ്പോൾ റെഫർ ചെയ്യുന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 249 കേസ് അതുകൊണ്ട് റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യും. ഗുരുതരമായ പ്രശ്നമുള്ളത് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഈ രീതിയിൽ പിൻവലിക്കാൻ ചെയ്യും. അത് വേറെ ആരെങ്കിലും ആണെന്നുള്ള ധാരണ വേണം. ഒരുപാട് കേസ് നമുക്കെല്ലാം എതിരായിട്ട് ഞാൻ അതാ ഞാൻ പറഞ്ഞത്. ആ ലിസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ മതി. ആർക്കൊക്കെ എതിരായിട്ടാണെന്നുള്ള അസംബ്ലി തന്നെ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ ഉത്തരവുണ്ട്. ആ ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ പാർട്ടി ഏതൊക്കെ സംഘടനകളുണ്ട്. അതിൽ കോൺഗ്രസും ഉണ്ട്, അതുപോലെ തന്നെ ലീഗുണ്ട്, യൂത്ത് കോൺഗ്രസും ഉണ്ട്. അതിൽ CPI, CPM, CPI, DYFI, SFI, AISF, AIYF തുടങ്ങിയ എല്ലാ സംഘടനകളും. അത് അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ അത് ഒരേ ഭാവമാണ്. അതിന് വേറെ സംശയത്തിനൊന്നും ഇടയില്ല. ഇതിനുശേഷം MP ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് BJPയെ സഹായിക്കുന്നത് എന്നും. BJPയെ സഹായിക്കുന്നത് VD സതീശനും കോൺഗ്രസുമാണ്. എങ്ങനെ എന്ന ചോദ്യം സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ചോദിക്കും. കൃത്യമായ മറുപടി MP ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. അതുകൂടി കേൾക്കാം. സമാന ചിന്താഗതിക്കാരെ മുഴുവൻ യോജിപ്പിച്ച് അണിനിരത്തി മുമ്പോട്ടേക്ക് പോകണമെന്നാണ് അന്നത്തെ ദിവസം ആ വിധി വന്ന, അല്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കുന്നു എന്ന വാർത്ത വന്ന അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ഡൽഹിയിൽ നിന്ന് പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ VD സതീശൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതാണ് കോൺഗ്രസ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് വാർത്തയില്ല. ആ വാർത്ത നിങ്ങൾ ശരിയായ രീതിയിൽ കൊടുക്കുന്ന പോലുമില്ല. യോജിച്ച നിങ്ങളേതാ പത്രം? കൈരളിയാണ്. യോജിച്ച ഒരു കാര്യം തീരുമാനിച്ചാൽ അത് കൊടുക്കാൻ നിങ്ങളില്ല, നിങ്ങൾക്കാവുന്നില്ല. നിങ്ങൾക്ക് നമുക്കുള്ള ഇപ്പോഴുള്ള നമ്മൾ സമസ്തയോ ലീഗോ മാർക്സിസ്റ്റോ മറ്റേതെങ്കിലും ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചേർന്ന് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ
അതിനെതിരായിട്ട് മുഴുവൻ ജനവിഭാഗങ്ങളെയും അണിനിരത്തി മുമ്പോട്ടേക്ക് പോവുക എന്നുള്ള നിലപാടാണ് CPIM മുന്നോട്ടേക്ക് വെച്ചത്. ആ മുന്നോട്ടേക്ക് വെച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് VD സതീശൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ LDFുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ BJPയെ സഹായിക്കാനാണ്. അതാണ് അതിന് കൃത്യമായ അർത്ഥം. അല്ലാണ്ട് വെറുതെ ഒരു നിലപാട് സ്വീകരിച്ചതല്ല. BJPയെ സഹായിക്കുന്ന നിലപാടാണ് VD സതീശന്റെ സമീപനം. യോജിച്ച കേരളത്തിന്റെ തന്നെ യോജിച്ച ഒരാവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങളില്ല എന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ പറയുകയാണ്. അപ്പോൾ അതൊന്നും പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പ്രചാരണം കൊടുക്കേണ്ടുന്ന പോയിന്റായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട അതന്നെ. അത് BJPയെ സഹായിക്കാനാണ്. രണ്ടു തരത്തിലാണ് BJPയെ സഹായിക്കാൻ അവർക്ക് സാധിക്കുക. ഒന്ന് സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലെങ്കിൽ സമരത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ സമരത്തെ ചിഹ്ന ഭിന്നമാക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ BJPയെ സഹായിക്കുക. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാവുമല്ലോ. അന്നേരം ഇപ്പം ചോദിച്ചതിന് ഉത്തരം പറയണം. അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കല്ലേ കൊണ്ടു. നടപ്പിലാക്കുന്നില്ല. ഇവിടെ നടപ്പിലാക്കാതിരിക്കുന്ന നിലപാട് സ്വീകരിക്കും. എന്നിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം എങ്ങനെ വരും നമുക്ക് നോക്കാം. അന്നേരം നോക്കാം. ജനങ്ങളാണ് ഇതിൻ്റെ എല്ലാം ഗ്യാരണ്ടി, അല്ലാണ്ട് ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമല്ല. കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷവും ഈ നിയമം നടപ്പിലാക്കുന്നതിനെതിരാണ്. ആ എതിരായ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ പ്രായോഗിക തല ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും BJPക്ക് അനുകൂലമാണ്. ചെറിയ ആൾക്ക് ഭയങ്കര പ്രയാസമാണ്. എങ്ങനെയായിരിക്കും ഈ ഗവൺമെന്റ് ഈ നടപ്പിലാക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അത് BJPക്ക് അനുകൂലമായ ഒരു മനഃശാസ്ത്രം രൂപപ്പെടുത്താനാണ്. അതിലൊന്നും വിഷമിക്കേണ്ട കാര്യം നടപ്പിലാക്കാം. സുധാകരൻ പറയുന്നതെല്ലാം വലിയ എടുക്കണം. സൂര്യാന്തൻ അല്ല, എല്ലാം സൂര്യാന്തൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അതിപ്പോൾ ആരും അത്ര ഗൗരവത്തിൽ എടുക്കാറില്ലല്ലോ കേരളത്തിൽ. വേറെ ഒന്നുമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തയാണ്. നിങ്ങൾ ഗൗരവപൂർവ്വം അത് കൈകാര്യം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇത് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നതിൽ നേരത്തെ 1000 സംവത്സരങ്ങൾ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള ശക്തിയായ കടന്നാക്രമം എന്ന രീതിയിൽ മതരാഷ്ട്രം എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരായിട്ട്. ഇത് ആ ഗൗരവത്തിൽ തന്നെ കാണാൻ നമുക്ക് സാധിക്കണം. അല്ല, കോടതി DYFI ഇപ്പം തന്നെ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. അതൊക്കെ കോടതിയിലൊക്കെ പോകും. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടും. അവർ പറയട്ടെ, നമുക്കെന്തെങ്കിലും കുഴപ്പം. നമ്മളെന്താ വല്ല ബഹ്റൈൻ്റെ വെക്കുതാക്കളാണ്. നമുക്കെന്ത് കാര്യം? ഓരോ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പോകുന്നതിന് നമുക്കെന്തും ചെയ്യാൻ പറ്റുമോ? അതിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം അവരെന്നെ പറഞ്ഞല്ലോ. എന്നെ BJPയിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് അവരെന്നെ പറഞ്ഞു. ആ പറയുന്നതിന് പ്രസക്തിയില്ല. എന്നിട്ട് ഇമാതിരി ഏതോ ഒരു വർത്തമാനം ആരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉന്നയിക്കുകയാണ്. കെ മുരളീധരൻ BJP പോകുന്നുണ്ട്. ആരാ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വോട്ട് ചെയ്താലും അവർ കോൺഗ്രസ് തന്നെ നിൽക്കുന്നില്ല. ഒരു ഗ്യാരണ്ടി ഇല്ല. ഇനി കോൺഗ്രസ് തന്നെ നിൽക്കുന്നു വന്നാലും BJPക്ക് അനുകൂലമാവില്ല എന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അതാണ് ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. അനിശ്ചിതാവസ്ഥയാണ് കേരള രാഷ്ട്രീയത്തിൽ, UDFന്റെ രാഷ്ട്രീയത്തിൽ. ആരാണ് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് ജയിച്ചാലും തോറ്റാലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതൊന്നും പറഞ്ഞാണ് ഒരു കാര്യമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. അതിനിങ്ങനെ ചൊറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നടക്കുന്നവർ നടക്കട്ടെ മാത്രമേ ഉള്ളൂ.